ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 24 ന്യൂസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല അഗ്രഗണ്യന്മാർ രാവിലെ തുടങ്ങി ഈ സാധനം വർക്ക് ചെയ്യിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഹാകത്തി എന്ന് പറഞ്ഞാൽ മഹാകത്തി ഏതെല്ലാം വിധത്തിൽ നെഗറ്റീവ് എനർജി, നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അവരെ കയ്യിലേക്ക് പൈസ എത്തിക്കാൻ പറ്റുമോ, ഇതിനു വേണ്ടി ഓരോരോ ഉടായ്പകൾ എത്രയോ കാലങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് ഏഷ്യാനെറ്റ് ആയാലും ശരി, 24 ആയാലും ശരി, ഇനിയിപ്പോൾ പുതിയ 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 ന്യൂസ് ചാനലുകൾ ഏതൊക്കെ ഉണ്ടെങ്കിലും ഒരാളും സത്യം പറയില്ല. സത്യത്തെ വളച്ചൊടിച്ച് മാത്രമേ പറയുള്ളൂ. ഒരു ന്യൂസും സത്യമല്ല. റിയാലിറ്റി അതെന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോവുക. അപ്പോൾ ഇത്രയും ഭയങ്കര ഉൾപ്രേക്ഷയോടുകൂടി കാണുന്ന പല പല ന്യൂസുകൾ, അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയാൻ അതിൻ്റെ കുറേ യൂട്യൂബ് ചാനലുകൾ അത് കണ്ടാൽ പോരാ. പിന്നെ ഇന്ന് കുറച്ചും കൂടെ മെച്ചമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പല കത്തി ന്യൂസുകളും ഇപ്പം അവർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ ഉള്ള ആളുകൾ, അവിടെ ഇതിനെപ്പറ്റി കാണുന്ന വ്യക്തികൾ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് നേരെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അപ്പം എന്താ വെച്ചാൽ ഇവർക്ക് വല്ലാതെ കത്തി ന്യൂസുകൾ അടിക്കാൻ പറ്റില്ല. ആ വീഡിയോസ് കൂടെ നോക്കിയിട്ട് യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിൽ ഏതൊക്കെ വകുപ്പിലാണോ അതാത് വീഡിയോകൾ, അതാത് ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുള്ളത് അതും കൂടെ പരിശോധിച്ചിട്ടാണ് കുറേയധികം ന്യൂസ് ചാനലുകൾ ഇപ്പം ന്യൂസ് തള്ളിവിടലാണ്, ഭയങ്കരമായിട്ട് തള്ളിവിടലാണ്. ഈ മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വിഷം തള്ളിവിടുന്ന പരിപാടി തന്നെയാണ് ശരിക്കും ന്യൂസ്. ഞാൻ വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ്. കേക്കാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ 4 സ്ഥലത്തേക്ക് തിരിഞ്ഞിട്ട് 4 വിഷയങ്ങളെ പറ്റി പറയും. 4 വിഷയങ്ങളും 4 രീതിയിലുള്ള കോസ്റ്റ്യൂംസ് അണിഞ്ഞുകൊണ്ട് തന്നെ പറയും. അതിലൊന്ന് ദിവ്യബുദ്ധി. അത് 4ഉം എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം എത്തിയാൽ അത് ചെയ്യും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് തോന്നുമ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചാൽ മതി, തോന്നുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ, അതായത് എനിക്ക് കമൻറ്റുകൾ എൻ്റെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ ഞാൻ തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞാൽ, എന്നാലും ഒരു ദിവസം അരമണിക്കൂറിൻ്റെ വീതം ചെയ്യാൻ എനിക്കൊരു വലിയ പ്രയാസമൊന്നുമില്ല. കാരണം നമുക്ക് വരുമാനം വേണമല്ലോ. ഇതുകൂടെ വരുമാനം കിട്ടാനും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലൂടെ എന്താ പറയുക, ഒരു ആത്മസംതൃപ്തി, എനിക്ക് വലിയ ആത്മസംതൃപ്തി ഒന്നും ഉണ്ടായിട്ട് ചെയ്യുന്ന സംഭവം ഒന്നല്ല. എന്നാലും എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ ഇനി ഇത് വഴി വേറൊരാൾക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്ന സംഭവമാണെങ്കിലും ഞാനിത് കുറച്ചുകൂടെ നല്ല വൃത്തിയിൽ ചെയ്യും. അതായത് ഓരോ ന്യൂസ് ചാനലുകളിലും തള്ളിവിടുന്ന തള്ളല്, പ്രഭാതം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ശ്രീകണ്ഠൻ നായർ അലച്ചടച്ചിട്ടുണ്ടാവും. ശ്രീകണ്ഠൻ നായരും ബാക്കിയുള്ളവരും. അതുകൂടാതെ ഏഷ്യാനെറ്റ് ന്യൂസ്, ആളുകൾ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് രാവിലെ. ചിലർക്ക് ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂസ് ഒന്നുകിൽ പേപ്പർ വായിച്ചിട്ട് അല്ലെങ്കിൽ ഇത് കേട്ട്, ഇത് നെഗറ്റീവ് ഇങ്ങോട്ട് കേട്ടാൽ ശോധന വരെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ചില ആളുകളുണ്ട്. മാറ്റാൻ പറ്റില്ല. പിന്നെ ന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയവും ഉണ്ടാവുക. അപ്പൊ എല്ലാ വിഷയവുമായിട്ടും നമ്മൾ സംസാരിക്കണം. ഇപ്പൊ എന്തൊക്കെ വിഷയങ്ങളുണ്ട്? ഒന്ന്, മ്യാൻമറിൽ 1000 പേരിലധികം മരണപ്പെട്ടു, അത് 10,000-ഓളം ആയേക്കാം. അതൊരു ന്യൂസ്. അതങ്ങനെ സെർച്ച് ചെയ്ത് കാണുന്നവർ ഒരു കൂട്ടർ. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പോർട്സിനെ സംബന്ധിച്ചാണെങ്കിൽ അത് വേറൊരു കൂട്ടർ അത് കാണും. അപ്പൊ ന്യൂസ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ളത് നോർത്ത്, വടക്ക്, ഈസ്റ്റ്, കഴിഞ്ഞ ഈസ്റ്റ്, തെക്ക്, പിന്നെ W വെസ്റ്റ്, പടിഞ്ഞാറ്, പിന്നെ പറഞ്ഞതേ മാറിപ്പോയി. നോർത്ത്, വടക്ക്, ഈസ്റ്റ്, കിഴക്ക്, ഇങ്ങനെ വരുന്നത്, കറങ്ങി വരും. നോർത്ത്, ഈസ്റ്റ്, പിന്നെ വെസ്റ്റ്, പിന്നെ സൗത്ത്. ഇത് എന്തോന്ന് പേരാണ് അവിടെ? ഇതാകെ തലതിരിഞ്ഞ് കിടക്കുന്നത്. ഞാൻ വിചാരിച്ചത് നേരെ ഓപ്പോസിറ്റ്. വെൽ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എനിക്കില്ല. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ഇതാണ് ന്യൂസ്. ഇതേ തലതിരിഞ്ഞിട്ടാണ്. നോർത്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഓപ്പോസിറ്റ് എടുക്കണം, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള എടുത്താൽ, ഇതിന്റെ തൊട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ NE, പിന്നെ SW അങ്ങനെ വരണം ശരിക്ക്.
അത് വരെ തലയിരിച്ചിട്ടാണ് ഇതിന്റെ കിടക്കുന്നത്. ഫുള്ള് തലതിരിഞ്ഞൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ്. അപ്പൊ തലതിരിഞ്ഞതേ അവിടെ നിന്ന് കിട്ടുള്ളൂ. ഞാൻ ഈ പറയുന്നതും തലതിരിഞ്ഞ തന്നെ. പക്ഷെ ഇതിങ്ങനെ രാവിലെ ആദ്യം പണ്ടൊക്കെ ഉള്ള ന്യൂസ് എങ്ങനെയായിരുന്നു? ദൂരദർശനിൽ ഒരു അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഏഷ്യാനെറ്റായി. ഏഷ്യാനെറ്റൊക്കെ വന്നതോട് കൂടിയിട്ട് അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലില്ല. ഏഷ്യാനെറ്റ് വന്ന് അതിലും ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ ന്യൂസായി. 1 മണിക്കൂറല്ല, ഗ്യാപ്പിട്ട്. പിന്നെ നമ്മുടെയൊക്കെ നാടുകളിൽ പ്രാദേശിക ചാനലുകൾ വന്നു. ഈ പ്രാദേശിക ചാനലുകൾ വന്നതോട് കൂടിയിട്ട് രാത്രി ഒരു ന്യൂസ്, രാവിലെ ഒരു ന്യൂസ്, അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും പല രീതിയിൽ. എങ്ങനെയാണോ അവിടുത്തെ ജനങ്ങളുടെ ന്യൂസിനോടുള്ള അഭിരുചി അതിനനുസരിച്ച്. ഇന്നോ ഫുൾ ടൈം ന്യൂസാണ്. ഫുൾ ടൈം ന്യൂസ്, അനങ്ങിയ ന്യൂസ്, അവിടെ ന്യൂസ് ഇവിടെ ന്യൂസ്, എന്താണോ സംഭവിച്ചത്. കാരണം ഇന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാല് അന്ന് സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല. ക്രിക്കറ്റ് ആയാലും ശരി, ഫുട്ബോൾ ആയാലും ശരി, ഇനി ഈ പറഞ്ഞ പോലെ ജനനങ്ങളായാലും ശരി, മരണങ്ങളായാലും ശരി, ഈ പാർലമെന്റിൽ സംഭവിക്കുന്നതായാലും ശരി, നിയമസഭയിൽ സംഭവിക്കുന്നതായാലും ശരി, സാധാരണ ജനങ്ങൾക്കിടയിൽ നടക്കുന്ന ആത്മഹത്യ, കുത്തിക്കുത്ത്, എന്ത് ന്യൂസ് ആയാലും ശരി, ഇതൊക്കെ അന്നും സംഭവിച്ചതാണ്. പക്ഷെ ഇന്ന് ഇത് വെച്ച് ഒരു കൂട്ടർ കാശ് നേടുന്നു, അതുപോലെ ആത്മസംതൃപ്തി നേടുന്നു. ചിലർക്ക് കാശിനേക്കാൾ ഉപരി ആത്മസംതൃപ്തിയാണ്. എനിക്ക് പറയാനുള്ള ന്യൂസിന്റെ മെയിൻ ആളുകളോടാണ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, അവനവൻ ആത്മസംതൃപ്തിക്കായി എന്ത് ചെയ്യുകയാണെങ്കിലും അത് അപരന് ദോഷമായി വരരുതെന്ന് നമ്മുടെ പല പുസ്തകങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരാൾക്കും അതിന്റെ എന്താ പറയാ ഒരു വിഷയമുള്ള സംഭവമല്ല. വെറുതെ തള്ളി വിടുക. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഒരാൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക. ഈ ന്യൂസ് നല്ല സംഭവമാണ്, ഒരാൾക്ക് ഉപകാരം കിട്ടുന്നതാണ്. കാരണം ഇപ്പോ മ്യാൻമർ എന്ന് പറഞ്ഞ ആ രാജ്യത്ത് നടന്ന ഒരു വലിയൊരു ദുരന്തം, ഇത് നമ്മൾ അറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്താണോ ചെയ്യുന്നത് അതല്ല വേറൊരാൾ ചെയ്യുക. എൻ്റെ അമ്മ അതിനെപ്പറ്റി അറിയാനേ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പെങ്ങള് അത് അറിഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് പോലും അറിയില്ല. സംഗതി വിദ്യാഭ്യാസം പലർക്കും പല വിധത്തിലായിരിക്കും. പക്ഷെ അവരൊക്കെ തന്നെയും ഒരേ വിഷയത്തെ ഒരേ രീതിയിലല്ല നോക്കിക്കാണുന്നത്. പക്ഷെ ഈ വിഷയങ്ങളൊക്കെ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ന്യൂസ് ആവശ്യം തന്നെയാണ്. പക്ഷെ ഈ ന്യൂസ് എന്ന് പറഞ്ഞ സംഭവം അത് ഉപകാരപ്രദമായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോ ആദ്യം ദൂരദർശനിലാണ് ഞാനൊക്കെ ഇവിടെ ന്യൂസ് കണ്ടു തുടങ്ങി. അതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അമേരിക്കയിലും ഈ പറഞ്ഞ പോലെ ഇറ്റലിയിലും അവിടെ ഇവിടെയൊക്കെ ന്യൂസുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ന്യൂസ് കേൾക്കാൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് അക്കിം കൂട്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ന്യൂസ് കേൾക്കാൻ തുടങ്ങി. ഇനി അതിന്റെ മുന്നേ കുറെ പത്രങ്ങളിലൂടെ ഈ സാധനം കാണാൻ തുടങ്ങി. അപ്പൊ ഇത് ശരിക്കും വരുന്നത് ഒരു പടിപടിയായിട്ട് വന്ന് അതിനൊന്ന് ഡെവലപ്പാക്കി എടുത്തതാണ്. ഇന്നിപ്പോ ഈ സകലത്തിലും ന്യൂസ് ഉണ്ട്. അതിൽ കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളത് ഫേസ്ബുക്കിലെ ന്യൂസും വാട്സപ്പിലെ ന്യൂസും അതൊക്കെ കാണണം. കാരണം അതിലൊരു മിക്സിങ് ആയിട്ട് കുറച്ച് ഇൻസിഡന്റുകൾ മാത്രം തരുന്നത് വലിയൊരു കുഴപ്പമില്ല. ഇത് പൊന്നാര മക്കളെ, ഈ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ശ്രീകണ്ഠൻ നായരാണെങ്കിലും ശരി, ഇനിയിപ്പോ ബാക്കി ആ മുട്ടത്തലയുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കെതിരെ കേസ് വരുമെന്ന് പറയാൻ പറ്റില്ല. ആ ആളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഈ ന്യൂസ് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് നമുക്കെതിരെ ഒരു കേസ് വരികയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ല. ഇപ്പൊ തല തന്നെയാണല്ലോ അതിന് പറയാ, വേറെ ഒന്നും പറയാനില്ലല്ലോ. വേറെ നമ്മൾക്ക് അതില് എന്താ പറയാ, അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നതായിട്ടുള്ള രീതിയിലല്ലല്ലോ. ഞാൻ റിയലി കഷണ്ടി എന്നല്ലല്ലോ പറയാ, അത് പോയി കഴിഞ്ഞാൽ മുട്ടത്തല തന്നെയല്ലോ പറയാ. അപ്പൊ അതൊരു ന്യൂസ് ആയിട്ട് എടുക്കാൻ നിൽക്കണ്ട. ഇനി അങ്ങനെ വരികയാണെങ്കിൽ വന്നോട്ടെ, നമ്മളെ നെഞ്ഞും വിരിച്ചിട്ട് ഞാനത് അങ്ങ് നേടും. കാരണം അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ കേസുകൾ അങ്ങേര് നേരിടുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കുറെ ആളുകൾ ജനങ്ങളിലേക്ക് ഇതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ബാക്കിൽ ആളുകളുണ്ട്. ഓരോരോ ന്യൂസ് ചാനലുകളുടെയും ബാക്കിൽ അത് എത്രത്തോളം ജനങ്ങൾ, അതായത് ഇതിന്റെ പിന്നിൽ കുറെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രിന്റിങ്, ഇപ്പൊ പ്രിന്റിങ് മറ്റേ ഇതിലൊന്നും പ്രിന്റിങ് ഒന്നും ഇല്ലല്ലോ, പ്രസ്സിലൊന്നും പ്രിന്റിങ് ഇല്ലല്ലോ. വാച്ചിങ്, മെയിൻ ആയിട്ട് വേണ്ടത് ഇതിൽ വാച്ചിങ് ആണ്, നിരീക്ഷണം. ഒരു കൂട്ടം ജനങ്ങൾ ഏത് വിഷയത്തിലാണോ നിരീക്ഷണം ചെയ്യുന്നത്
ആ ന്യൂസാണ് അവിടെ വിലപ്പോവുക. അപ്പം മലപ്പുറം ഏരിയ ഇവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വിലപ്പോണ ന്യൂസ് എന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കുറച്ച് സാഹചര്യങ്ങൾ. ഇവിടുത്തെ മെയിൻ എന്തൊക്കെയാണ്? ഇവിടുത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതിനെ നിരീക്ഷണം ചെയ്ത് അതിനെ ക്യാഷാക്കുന്ന ഒരു കൂട്ടര് ഈ മലപ്പുറം ഡിവിഷനിൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ആ ന്യൂസ് ഉപയോഗിച്ച് മാത്രം. പിന്നെ അതേ സാധനം എടുത്തിട്ട് നേരെ കോഴിക്കോട് വിളമ്പാൻ പറ്റില്ല. കോഴിക്കോടത്തെ ആളുകൾ, അവിടുത്തെ മത വിഭാഗങ്ങള്, അവരുടെ ആവശ്യങ്ങള്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ന്യൂസുകൾ. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂസുകൾ ചിലവാകുന്നത് തന്നെ യൂട്യൂബ് വഴിയാണ്, പിന്നെ ഫേസ്ബുക്ക് വഴിയാണ്, പിന്നെ ഇൻസ്റ്റ. ഇത് വഴിയാണ് ഇപ്പൊ സത്യം പറഞ്ഞ ആളുകൾ ന്യൂസ് കാണുന്നത് തന്നെ. ന്യൂസുകൾ കാണുന്നതും ന്യൂസുകളെ പറ്റിയിട്ടുള്ള കൂടുതലൊരു നിരീക്ഷണം നടത്തുന്നതും എല്ലാവരുടെ കയ്യിലും ഇപ്പൊ തോണ്ടലുണ്ട്. ഈ തോണ്ടലിന്റെ ഈ സാധനം ഉള്ളത് കൊണ്ട് കൂടിയിട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരും, മ്യാൻമറിൽ ഒരു ഭൂകമ്പം ഉണ്ട്. അപ്പം മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായി, അതിൻ്റെ അടിയിലൊരു ലിങ്ക് പോകും നേരെ ഫേസ്ബുക്കിലും അതിനെപ്പറ്റി. അപ്പോൾ ഫേസ്ബുക്കിലൊന്ന് പോയി തോണ്ടിക്കഴിഞ്ഞാൽ അത് നേരെ യൂട്യൂബ്. ഈ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് എവിടെ ഉണ്ടാവും? ചാനലിലുണ്ടാവും. ചാനലുകാർക്ക് ഇപ്പോൾ യൂട്യൂബ് വഴി മതി, കാരണം അവർക്കൊന്ന് ചിലവൊക്കെ കുറഞ്ഞുകൊണ്ട് അവരും കൂടുതൽ കോൺസെൻട്രേഷൻ ഇപ്പോൾ ചാനലിൽ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ വരാൻ പോണത്? ഈ ടി വികൾ ഇപ്പോൾ പഴയ വലിയ കൊട്ടൊക്കെ വെച്ചിട്ട് പണ്ടത്തെ ന്യൂസ് പിടിച്ചു വരുന്നതൊക്കെ കുറഞ്ഞില്ലേ? അതും കുറഞ്ഞു. ഇപ്പം എന്തായി? വയറായി. വയറ് അത് ഏത് OMR ഒപ്റ്റിക്കൽ OMR ആണോ OFC ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇപ്പൊ അതാണല്ലോ, അതുവഴിയാണല്ലോ ഒരുവിധം ന്യൂസുകളും പലതും വരുന്നത്. അതിപ്പോ ചൈന കട്ട് ചെയ്യാൻ തുടങ്ങി. അതൊരു ന്യൂസാ. ചൈന ഈ കടലിന്റെ അടിയിൽ കേബിൾ കട്ടർ, അത് ഏത് വകുപ്പാന്നൊരു പിടുത്തമില്ല. അത് ചൈനയാണ് അത് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇവിടെ യൂട്യൂബ് വഴി ഇരുന്ന് കാണാൻ പറ്റും. കാരണം എന്താ? അതിനേക്കാളും കുറച്ചും കൂടി അഗ്രഗണ്യന്മാരായിട്ടുള്ള ഇസ്രായേലും മറ്റവരും ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരാണ് ഈ ദുൽമൊക്കെ ചെയ്യുന്നത് എന്നൊരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടും. ഇന്ന് ഇവിടെ എന്തൊരു കേസ് ആരംഭിച്ചാലും ശരി, അതിൻ്റെ പുറകിൽ ആരാണ്, എന്താണ് അതിൻ്റെ ശരിയായ ഉദ്ദേശം എന്നീ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ പോലീസിലാണ് ഏറ്റവും വലിയ ക്രിമിനൽസ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോ. ആദ്യം കുറച്ച് മുന്നേ DGPയുടെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ്, പിന്നെ ADGPയുടെ കേസ്, കേരളത്തിന്റെ അവസ്ഥയല്ലേ. പിന്നെ അതുപോലെ ഇപ്പതാ പീഡനത്തോട് SI പീഡനം, മറ്റേത് പീഡനം. അപ്പൊ ഏറ്റവും വലിയ ക്രിമിനൽസ് എവിടെയുള്ളത്? ഭരണത്തിൽ. പിന്നെ മറ്റേതിനെ പറ്റി ഒന്നും പറയണ്ടല്ലോ. ഏത് ഈ മന്ത്രിമാരുടെ മക്കള് ചെയ്തു വെച്ചിട്ടുള്ള പല കേസുകളും അവരെന്താണ് ഇപ്പോ അത് കോടതി എന്താ പറഞ്ഞത്? കോടതിയിലല്ല, ഹൈക്കോടതിയിൽ പോയിട്ടാണെങ്കിൽ പോലും ആ കേസ് ആ രീതിയിൽ വാദിക്കാൻ പറ്റില്ല, അത് വിധിക്കാൻ പറ്റില്ല എന്ന് വിധിച്ചു കഴിഞ്ഞു. ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞു. അതിലൊരാള് തട്ടിപ്പോയി. എങ്ങനെ തട്ടി എന്നുള്ളത് നോർമൽ തട്ടലാണോ അതോ കൊലപാതകമാണോ എന്നൊന്നും ഒരു മനുഷ്യനെ ചിന്തിക്കുന്നില്ല. പക്ഷെ ആ രണ്ട് വ്യക്തികൾ, ഒരു വക്കീലും ഈ പറഞ്ഞ പോലെ വേറൊരു വ്യക്തിയും കൂടെ, അതിന് എന്താണ് അവരുടെ കർമ്മമേഖല എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ആ ഒരു വീക്ഷണം നോക്കുമ്പോൾ ആ ഒരു കേസില്ല, ഏത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ എന്തോ ഒരു കോഴയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം, അതൊരു കോഴ, ആ കോഴയുമായി ബന്ധപ്പെട്ട കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിപ്പോയ പോലെ തന്നെ. പിന്നെ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റണം. മരുന്ന് കുത്തിക്കയറ്റിയിട്ട് ഹൈക്കോടതി വിധിച്ചാൽ അത് സുപ്രീം കോടതിയിൽ നിന്ന് കുത്തിപ്പൊക്കാനുള്ള വകുപ്പുണ്ട്. സുപ്രീം കോടതിയും അതിന് ഈ 14 ബെഞ്ചോ 20 ബെഞ്ചോ ഒക്കെ ഇട്ടിട്ടും അതിന് എതിർ വിഭാഗമാണെങ്കിൽ പിന്നെ ജനങ്ങൾ ഇറങ്ങുന്നതാണ്. അപ്പൊ അതിന്റെ ശരിയായ ന്യൂസ് കിട്ടും. ശരിയായ ന്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതാണ്. ഇന്നിപ്പോ പോലീസ് സ്റ്റേഷൻ ഉപരോധം നടക്കുന്നു. എവിടെ? മൂവാറ്റുപുഴയിൽ. DYFIയും ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർ നേരെ ഉപദ്രവിച്ചു. പോലീസുകാർക്ക് അനങ്ങാൻ പറ്റിയില്ല. എന്താ സംഭവിച്ചത് അതിന്റെ ന്യൂസൊന്നും ഞാൻ മുഴുവനായിട്ട് നോക്കിയില്ല. എന്നാലും ഇത്രേ ഉള്ളൂ. ജനങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എല്ലാ ന്യൂസും പുറത്ത് വരും. അല്ലെങ്കിൽ പിന്നെ അഗ്രഗണ്യന്മാർ വളരെ സത്യസന്ധമായിട്ട് എല്ലാ ന്യൂസും പറയൂല. അത് 24-നും പറ്റില്ല, ഈ ഏഷ്യാനെറ്റിനും പറ്റില്ല, സൂര്യക്കും പറ്റില്ല. സൂര്യക്ക് ഇപ്പൊ എവിടെയാവോ?
പിന്നെ ബാക്കി ഒരു ചാനലിനും, ജനം ടി വി ആയാലും മറ്റു ചാനൽ, ഒരു ചാനലിലും വളരെ സത്യസന്ധമായ ന്യൂസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ന്യൂസ്. നെഗറ്റീവ് സംഭവിച്ചോട്ടെ, ഒരു ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം, ഇതൊക്കെ അവതരിപ്പിക്കേണ്ട, അത് വേണ്ട സ്ഥലങ്ങളിൽ അതിനെപ്പറ്റി പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളപ്പൊക്കം, ഭൂകമ്പം, സുനാമി, ഇതൊക്കെ സംഭവിച്ചോട്ടെ. പക്ഷെ കേരളത്തിന് ഉപകാരപ്രദമായിട്ടുള്ള വിധത്തിലുള്ള ഒരു ന്യൂസും എന്നാ പറയാ ഞാൻ എൻ്റെ അനുഭവ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതോടുകൂടി കുറേ ജനങ്ങൾ വീട്ടിലിരുന്നു. ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നല്ല പറഞ്ഞു, ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത് എന്നാണെന്ന് മനസ്സിലാക്കാനുള്ള ചില ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ചിലരെന്ത് ചെയ്തു, നേരെ പാടത്തും പറമ്പിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ പോയിരുന്നു ഇവന്മാർ ഡ്രോണ് വെച്ചിട്ട് അവരെ പിടിക്കലും, ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അത് ന്യൂസാക്കിയിട്ട് ഡ്രോണ് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്നതും അത് പിടിക്കാൻ വേണ്ടി ആളുകൾ ഓടുന്നതായിട്ടുള്ള ആ ന്യൂസ് ഉണ്ടല്ലോ, അന്ന് യൂട്യൂബിൽ എങ്ങനെ കത്തിക്കേറി കണ്ടോ. ഇത് ഇവിടെ നടക്കുന്നത് മുഴുവൻ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇനി അതല്ല എവിടെയാണെങ്കിലും എന്താണോ സംഭവിക്കുന്നത് അതിനെ അങ്ങോട്ട് റീച്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി. റീച്ച് ആക്കാൻ, അതിന് ഏറ്റവും ഹയർ ലെവലിലേക്ക് റീച്ച് ചെയ്യുക, അതിലൂടെ പൈസ ഉണ്ടാക്കുക. ഇതാണ് ശരിക്കും ന്യൂസുകാരുടെ പരിപാടി. ഞാൻ ഈ ന്യൂസ് ചാനൽ ഒരാൾക്കും കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല, ഒരാൾ പോലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടുത്തെ കുറെ സത്യസന്ധമായ കാര്യങ്ങളുണ്ടല്ലോ. ഞാനിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് മ്യാൻമറിലെ കാര്യം പറയാൻ പറ്റില്ല, സുനിത വില്യംസിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മറ്റു ന്യൂസുകളിലൂടെ പലതും അറിഞ്ഞ് അതിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ പറ്റും. നമ്മൾ വേറെയും കുറച്ച് വിഷയങ്ങളും കൂടെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് 2-3 വിഷയമാണ് ഇതേ സ്ഥലത്ത് ഇരുന്നിട്ട് വീഡിയോ ആയിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂസ് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, അതിൽ ഇപ്പം ഞാൻ പടിഞ്ഞാട്ട് ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതായത് എൻ്റെ ബാക്കിൽ കിഴക്കാണ്. ഇതിലൊന്നല്ല വലിയ കാര്യം നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അതായത് എനിക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണമെന്നോ ഞാൻ അറിഞ്ഞത് എല്ലാവർക്കും പറഞ്ഞു നൽകണമെന്നോ ഒരു വിഷയമുള്ള കേസല്ല. ഒരാൾക്കും അത് അറിഞ്ഞു നൽകണമെന്നോ പറഞ്ഞു നൽകണമെന്നോ ഒരു വിഷയമുള്ള കേസല്ല. പക്ഷെ ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങൾ, അതിലൊരു സത്യസന്ധമായ കാര്യം, അതിൽ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് അതിൽ നല്ല കാര്യം ഒന്ന് അറിയിക്കുക. മണ്ടത്തരങ്ങൾ, മഹാവിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണല്ലോ ഓ ന്യൂസ് ചാനലും. ഇതിലേക്ക് കോൺസെൻട്രേഷൻ പോകുന്ന ഓരോ വ്യക്തികളും വലിയ വലിയ വിഡ്ഢികളും കൂടെ ആയിക്കൊണ്ടിരിക്കും. ന്യൂസ് കാണരുതെന്നോ കേൾക്കരുതെന്നോ പറയരുതെന്നോ അല്ല, എല്ലാ മേഖലയെ പറ്റിയിട്ടും ഒരു വ്യക്തി അറിഞ്ഞിരിക്കണമെന്നുമില്ല. പക്ഷെ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അതിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് എന്ന് പറഞ്ഞ സംഭവം തന്നെ. ഒരു ടീച്ചർ, ഒരു സ്റ്റുഡന്റ്, ഇനി അതല്ല കലക്ടർ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഇവരൊക്കെ വാച്ച് ചെയ്യുന്ന ന്യൂസുകൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. പ്രധാനമന്ത്രിക്ക് എല്ലാ ന്യൂസിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം, ശരിയായ രൂപം കാണേണ്ടതുണ്ട്. അപ്പൊ അങ്ങേരെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റിങ് തന്നെ ഉണ്ട്. പ്രധാനമന്ത്രിയുടെ സമയം എന്ന് പറഞ്ഞത് രാത്രി എപ്പോൾ കിടന്നാലും രാവിലെ 2 മണിക്കൊക്കെ എഴുന്നേൽക്കും. കാരണം അങ്ങേർക്ക് രാവിലെ ടാർഗറ്റ് ചെയ്ത കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് ഈ പ്രകൃതിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ, ആ ഒരു ഇന്ത്യയിൽ നടക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ അങ്ങേർക്ക് വീക്ഷിക്കേണ്ടതുണ്ട്. രാഷ്ട്രപതി ആണെങ്കിലും പ്രധാനമന്ത്രി. അത്ര തന്നെ പണി നമ്മളെ മുഖ്യമന്ത്രിക്കില്ല. മുഖ്യമന്ത്രിക്ക് ആ കേരള ടെറിട്ടറിയിൽ നടക്കുന്ന സംഭവങ്ങൾ കുറച്ച് വീക്ഷിക്കേണ്ടതുണ്ട്. അവിടുത്തെ ഗവർണർ, അവിടുത്തെ കലക്ടർ, അതേപോലെ അവിടുത്തെ DGP, അവിടുത്തെ ADGP, ഇങ്ങനെ താഴ്ത്തിക്ക് വരുന്തോറും അവർക്ക് അറിയേണ്ട ന്യൂസുകൾ വളരെ കുറച്ച്. പക്ഷെ ന്യൂസ് ചാനൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾക്കോ, ഈ പറഞ്ഞ ശ്രീകണ്ഠൻ നായരായാലും ശരി, മറ്റേ ഞാൻ പറഞ്ഞ കഷണ്ടിത്തലേനായാലും ശരി, ആളുടെ പേര് എനിക്കറിയില്ല, പിന്നെ ഷാനി മോള്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു വലിയ ഭാഷ. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ പോലെ അറിയണം. ലോകപരവും പ്രധാനമന്ത്രിക്ക് അറിയണം, രാഷ്ട്രപതി അറിയണം പോലെ അറിയണം. കാരണം അവർക്ക് ഏതിലാണോ റീച്ച്, അതിപ്പോൾ ഷാനി മോളും പിന്നെ നമ്മൾ ആ കഷണ്ടിത്തലേനും അത്ര അറിയണമെന്നില്ല. പക്ഷെ ശ്രീകണ്ഠൻ നായർ കുറച്ചും കൂടെ അറിയണം. കാരണം അങ്ങേരുടെ സ്വന്തം ചാനലാണ്. ആ ചാനലിനെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്
അങ്ങേർക്ക് അത് മൊത്തത്തിൽ ഇരുന്ന് രാവിലെ തൊട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണിക്കാരെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് കോണിലാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളത്, ഏത് കോണിലൂടെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ വാച്ച് ചെയ്ത് അതിനൊന്ന് പോസ്റ്റ് ചെയ്ത് അങ്ങനെ 24 hours പ്രാദേശിക വാർത്തയായിട്ടും മറ്റു വാർത്തയായിട്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കണം. പക്ഷെ എന്നിരുന്നാലും കുറച്ചും കൂടി ഒരു നല്ല ചാനൽ 24 ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോട്ടാ ആ ഒരു അങ്ങനെ ചാനൽ വന്ന് ഞാനും അതിൽ അല്ലറ ചില്ലറ ന്യൂസ് ഒക്കെ പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ ഇതിനെങ്ങനെ വളച്ചൊടിച്ച് തിരിച്ചൊടിച്ച് മറിച്ചൊടിച്ച് ഇങ്ങനെ കയറ്റിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ചില ന്യൂസുകൾ തന്നെയാല് ഇപ്പൊ രാവിലെ 10 മണിക്ക് കാണിച്ചാൽ അതേ സെയിം ന്യൂസ് തന്നെയാണ് പിന്നെ ഒരു 12 മണിക്കും കാണിക്കുന്നത്. പിന്നെ ഈ 12 അപ്പൊ അതിന്റെ ഇടയിലുള്ള കുറെ കാര്യങ്ങളാണ് ബാക്കി ഈ 24 hours ന്യൂസ് കാണിക്കാണ്. പണ്ട് ഈ ഏഷ്യാനെറ്റിനും ദൂരദർശനൊന്നും ഈ പരിപാടി ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ സംഭവം 24 hours ന്യൂസ് കാണിക്കുന്ന പരിപാടിക്ക് ഇറങ്ങിയതല്ല ഞാനും. നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഈ പറഞ്ഞ പോലെ ന്യൂസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് അതില് എന്താണ് കഴമ്പുള്ളത് നോക്കി അതിലൊരു നല്ല കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. നല്ലത് എന്ന് പറയാൻ മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസും ഉണ്ടില്ല. പക്ഷെ ഏത് നെഗറ്റീവ് ന്യൂസ് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നല്ലതിലേക്കാണ്. കാരണം ഇവന്മാർക്കൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളതിനേക്കാളും വലിയൊരു പഠിപ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വേറൊരു വിഷയമുണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം, അത് ദിവ്യബുദ്ധി എന്ന് പറഞ്ഞ വിഷയമാണ്. പിന്നെ ഞാൻ വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് വേറൊരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്, അത് എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞ വിഷയം. ഇതേ ഞാൻ തന്നെ തെക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് വേറൊരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്, അത് ജിങ്കിൾ ബുക്കിന്റെ വിഷയം. ഇത്തരം വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നത്, ഇതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു അരമണിക്കൂർ മാക്സിമം ഇപ്പൊ വലിയ ഇതൊക്കെ. ഇതൊന്നും അത്രയൊന്നും പരത്തി ഈ കോഴിക്കാട്ടം പരത്തിയിട്ട് നാറ്റിക്കാന്നറിയില്ല. അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ ഇത് ഫസ്റ്റത്തെ ഒരു എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഇത്രയധികം സമയം പറയുന്നത്. ഇതിന്റെ ആവശ്യമില്ല. ഞാൻ ന്യൂസിന്റെ ഒരു റീച്ച് നോക്കട്ടെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ന്യൂസിൽ വരാം. ന്യൂസിൽ എന്ന് പറഞ്ഞാല് റിയൽ ആയിട്ട് ന്യൂസ് എന്താണ്, 4 വശത്തെയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയുക, അതിൽ അതാത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അത് അത്തരം ജനങ്ങളെ അറിയിക്കുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ മലപ്പുറത്ത് ഇരുന്നിട്ട് ഈ മലപ്പുറത്തെ അവസ്ഥ ന്യൂസായിട്ട് പറയുമ്പോൾ മലപ്പുറത്തെ തന്നെ കാര്യങ്ങൾ മുഴുവനായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. മലപ്പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാനൊരു 10 ആളെ പണിക്ക് വെച്ച് നിൽക്കുക, 10 ആൾക്കാരെ 10 വാതിക്ക് കിട്ടും, അവിടെയുള്ള ന്യൂസുകളൊക്കെ വാങ്ങി എനിക്ക് അയച്ചതാ, ഞാനിതിങ്ങനെ പോസ്റ്റ് ചെയ്തോളാം, ഇനി വേണ്ട, ഞാൻ ഈ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരാളെ വെച്ച് നിൽക്കുക, ഇതേ കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഈ പണി ചെയ്യിപ്പിക്കാൻ പറ്റൂല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം സിനിമ കൈകാര്യം ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം തന്നെ. ഒരു എഡിറ്റിങ് എന്താ പറയാ, അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി ഒരു നായകൻ അഭിനയിച്ച് കാണിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ്. നമ്മളൊരു സിനിമ കാണുന്നത് എങ്ങനെ, അതേപോലത്തെ പരിപാടി. അത് എത്രത്തോളം ചില സിനിമകൾ നമുക്ക് നന്നായി തോന്നും, അതിനൊരു കാരണം ഉണ്ടാവും. അതേപോലെ ഒരു ന്യൂസ് നന്നായി തോന്നണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യം ഉണ്ടാവും. ഒരാൾക്ക് ഒരു ന്യൂസ് നന്നായിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് ആ ന്യൂസ് നന്നായി തോന്നിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായ വീക്ഷണ കോണകങ്ങളാണ് പലരുടെയും വ്യത്യസ്തമായ വീക്ഷണ കോണകങ്ങളാണ്. അപ്പോ ഒരു ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു വ്യക്തി കാണുന്ന ഒരു ന്യൂസ്, ഇസ്ലാമിസത്തിലുള്ള ഒരു വ്യക്തി കാണുന്ന ഒരേ സെയിം ന്യൂസ്, ഹിന്ദുസത്തിലുള്ള വേറൊരാൾ കാണുന്ന ന്യൂസ്, ഒക്കെ മലയാളികളാണല്ലോ. ഇനി അതൊന്നല്ല, ഒരു സന്യാസി ധർമ്മത്തിലുള്ള ഒരു വ്യക്തി കാണുന്ന ഒരു ന്യൂസ്, ഇത്തരം ആളുകളും ഒരേ ന്യൂസാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ഇതിന്റെ വ്യത്യസ്തമായ കോണകങ്ങളാണ് കാണുന്നത്. വ്യത്യസ്തമായ രീതിയിലുള്ള വീക്ഷണത്തിലാണ് അവരൊക്കെ കാണുന്നത്. വീക്ഷണ കോണകങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ വീക്ഷണ കോണിലൂടെയാണ് കാണുന്നത്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, ആ സിനിമയെ പറ്റിയിട്ട് അടച്ചാക്ഷേപിക്കാൻ ഒരു കൂട്ടർ, അതിൽ നല്ലത് പറയാൻ ഒരു കൂട്ടർ. ഇനിയിപ്പോ ഈ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ നടന്നു മ്യാൻമറിൽ ഈ പ്രശ്നങ്ങൾ നടന്നപ്പോഴേക്കും ഭാരതത്തിൽ നിന്ന് സൈന്യത്തിന് അയച്ചു. ഇനി അതിന് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയാൻ ഒരു കൂട്ടരുണ്ടാവും. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
അതിലും പോസിറ്റീവും നെഗറ്റീവും പറയുന്നത് കൂട്ടരുണ്ട്. ഇവിടെ വർഗീയത പല വിധത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനും നെഗറ്റീവും പോസിറ്റീവും പറയാൻ ഒരു കൂട്ടരുണ്ട്. എന്തൊക്കെയായാലും അവനവന്റെ തടി നോക്കിയാൽ മതി. അവനവന്റെ തടി നോക്കിയാൽ മതി. ഇതാണ് ന്യൂസ്. എന്ത് ന്യൂസ് അറിഞ്ഞാലും ശരി, എന്ത് ന്യൂസ് അറിഞ്ഞാലും ശരി, പറഞ്ഞാലും ശരി, കേട്ടാലും ശരി, അവനവന്റെ തടി മാക്സിമം നന്നാക്കി നല്ല തട്ടി വെക്കണം എന്നല്ല, നല്ല എന്താ പറയുക, നല്ല വണ്ണം ആരോഗ്യം വെക്കണം എന്നല്ല, ഉള്ളത് വെച്ചിട്ട് ഒരുപാട് സമ്പന്നനാവണം എന്നല്ല. ഈ ന്യൂസുകളൊക്കെ അറിഞ്ഞോട് കൂടിയുള്ള ശരിയായ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ആ ന്യൂസ് അറിഞ്ഞിട്ട് ആ മേഖലയിൽ എങ്ങനെ വളരെ വ്യക്തമായി മുന്നോട്ട് പോകാന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ. ഞാൻ ബാംഗ്ലൂർ കൊണ്ട് വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഞാൻ അവിടുത്തെ ന്യൂസ് കാണാറേ ഇല്ല. കാരണം കന്നഡയാണ്. കന്നഡ ആയതുകൊണ്ട് പിന്നെ ന്യൂസ് കാണില്ല. അവിടുന്ന് എന്തെങ്കിലും ഒരു പാട്ടും കണ്ടിട്ട് നമ്മൾ വർക്കിന് പോയി നല്ല സുഖസുന്ദരമായിട്ട് റൂമിലെത്തും, പിന്നെയും വർക്കിന് പോകും, പിന്നെയും സുഖസുന്ദരമായിട്ട് വീട്ടിലെത്തും. ഇപ്പൊ നടക്കുന്നത് ഇതേ സംഭവം തന്നെയാണ്. പക്ഷെ ചില ഇൻസിഡന്റുകൾ നമ്മൾ ന്യൂസിലൂടെ അറിയുമ്പോൾ അതിനെ തോണ്ടി ക്വസ്റ്റ്യൻ ചെയ്ത് മുന്നോട്ട് പോകരുത്. ഇപ്പോൾ വലിയൊരു കാറ്റ് വരുന്നു, വലിയൊരു മഴ വരുന്നു, ഇതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭൂകമ്പങ്ങൾ വരുന്നു, അങ്ങനത്തെ പല പല കാര്യങ്ങളും വരുന്നു. ഈ വക സംഭവങ്ങൾ ന്യൂസ് വഴി അറിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. അവനവന്റെ തടി കേടെടുക്കാൻ. അതേപോലെ തന്നെ ആരോഗ്യ മേഖല. ഇന്ന് ആരോഗ്യ മേഖലയെ പറ്റി പലരും പല വിധത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ആരോഗ്യ മേഖലയിൽ വേണ്ട രീതിയിലുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ചില ഡോക്ടേഴ്സിലൂടെ, ആരോഗ്യമന്ത്രിമാരിലൂടെ, മറ്റു വിധത്തിലൊക്കെ കിട്ടുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അവനവന്റെ തടി ക്ലിയറാവും. ഈ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഇതിന്ന് കിട്ടുന്ന എന്ത് അറിവായാലും ശരി, അത് നെഗറ്റീവ് ആയാലും ശരി, പോസിറ്റീവ് ആയാലും ശരി, അത് അവനവന്റെ തടിക്ക്, അത് പ്രധാനമന്ത്രി ആയാലും ശരി, സാധാരണക്കാരനായ എന്നെ പോലുള്ള വ്യക്തി ആയാലും ശരി, ആരായാലും അവരവരുടെ തടിക്ക്, ഇന്ത്യക്കാരോടല്ലേ നമുക്ക് സംസാരിക്കേണ്ടതുള്ളൂ, അവരവരുടെ തടിക്ക്, അവരവരുടെ പൊസിഷന്, അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്ക്, അങ്ങനെയുള്ളതിനൊക്കെ ഒരു കോട്ടം തട്ടാം. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രധാനമന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം 5 വർഷം ഭരണം. ആ 5 വർഷം കഴിഞ്ഞാൽ അങ്ങേര് എന്തായാലും ഇറങ്ങും. എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം, നാളത്തെ ദിവസത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ദിവസം ഞാനിവിടെ പ്രൊട്ടക്റ്റഡ് ആണോ? ഈ പ്രധാനമന്ത്രി, രാഷ്ട്രപതി ഇവരൊക്കെ ഒരുക്കി തന്നിട്ടുള്ള ഈ വലിയൊരു എൻഫോഴ്സ്മെന്റ് ടീമുകൾ, അതായത് നമ്മളെ പ്രതിരോധ സംവിധാനം, ഇതുവഴി ഇന്ന് എനിക്ക് ഇവിടെ ശാന്തമായി, സന്തോഷമായി, സുഖമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇതേ ഞാൻ ചിന്തിക്കേണ്ടത്. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ ഇട്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? എന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് ഖാന കഴിക്കാൻ കഴിയുന്നുണ്ടോ? സുഖമായിട്ട് സ്വജാജായക നിദ്ര ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇത്രേ ഞാൻ ചിന്തിക്കേണ്ടുള്ളൂ. നേരെ മറിച്ച് കളക്ടർ ചിന്തിക്കേണ്ടത് വേറെയാണ്, പ്രധാനമന്ത്രി ചിന്തിക്കേണ്ടത് വേറെയാണ്, പോലീസ് ചിന്തിക്കേണ്ടത് വേറെയാണ്, ന്യായാധിപന്മാർ ചിന്തിക്കേണ്ടത് വേറെയാണ്. ഓരോരുത്തർക്കും ഓരോ ചിന്തകളുണ്ട്. ഇനി ന്യൂസ് ചാനലുകൾ ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്ന ശ്രീധരൻ നായരാണെങ്കിലും ശരി, ആകാശന്റെ തലേൻ ആണെങ്കിലും ശരി, ഷാനിമോൾ ആണെങ്കിലും ശരി, അവര് ചിന്തിക്കേണ്ട വിഷയം വേറെ തന്നെ. ഇതൊന്നല്ല ന്യൂസ്. BBC വേൾഡ് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ട്. അതിന്ന് കുറെ സാധനങ്ങൾ ഇവരിങ്ങനെ ഊറ്റിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. BBC വേൾഡ്, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇംഗ്ലീഷ് ചാനലുകളുണ്ട്. ഇതിൽ അനവധി ന്യൂസുകളുണ്ട്. അമ്പാ കിടുക്കാച്ചി ന്യൂസുകളാണ്. അത് മാത്രം കാണുന്ന കുറെ ഇംഗ്ലീഷ് അറിയാമെന്ന് ധരിക്കുന്ന കുറെ മലയാളീസും ഈ പറഞ്ഞ പോലെ ഇന്ത്യക്കാരും ഉണ്ട്, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവരുണ്ട്. അപ്പോൾ ഈ ന്യൂസ് ചാനലുമായിട്ട് നിരവധി കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഞാൻ ഉൾപ്പുളകിതനാക്കുന്നില്ല. ന്യൂസ് എന്ന് പറഞ്ഞിട്ട് നോർമലി നോർത്തുനിന്നും ഈസ്റ്റിന്നും വെസ്റ്റിന്നും സൗത്തുനിന്നും, ഇതാണ് ന്യൂസ്. ഈ വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് ഇതിന്ന് കിട്ടുന്ന കുറച്ച് അറിവുകൾ ഒരു ടീം, വ്യത്യസ്തമായ ടീമുകൾ ഷെയർ ചെയ്യും. അതിൽ നിന്നും ഓരോരുത്തർക്കും അവരവരുടെ ആരോഗ്യത്തിനും ആയുസ്സിനും സമ്പത്തിനും നിലനിർത്താൻ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ന്യൂസ് എന്ന് പറഞ്ഞ ചാനൽ പലതും തരും. അതിന് വേണ്ടത് എടുക്കുക, യൂട്ടിലൈസ് ചെയ്യുക. അത് ഏത് മേഖലയിലുള്ളവരാണെങ്കിലും അതെടുക്കുക, അത് യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് അവരവരുടെ ജീവിത രീതിക്ക് ആവശ്യമായ സ്ഥിതി അത് മാത്രം
അത് മാത്രം എടുത്ത് പ്രഗത്ഭനാവാൻ നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ന്യൂസ് ചാനലിൻ്റെ കാര്യങ്ങളുമായി അടുത്ത ഒരു എപ്പിസോഡിൽ വരാം. അത് എന്ന് വരും, എപ്പോൾ വരും എന്നൊന്നും